സിറോ മലബാർ സഭയിൽ നിശ്ചിത ദിവസത്തിനു ശേഷം നിയമാനുസൃതമായ ഏകീകൃത ബലിയർപ്പിക്കാത്ത വൈദികരെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്ത് അഭിചാര ബലിയർപ്പിച്ച വൈദികർക്കെതിരെ വത്തിക്കാൻ പുറപ്പെടുവിച്ച നടപടികൾ ഉൾപ്പെടെ നടപ്പാക്കി എറണാകുളം സിറോ മലബാർ സഭയെ പിശാചിന്റെ കരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ മെത്രാന്മാർക്ക് ബാധ്യതയും ഉത്തരവാദിത്വവുമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 2023 ഏതാനും ചില വൈദികർക്ക് മാത്രമാണ് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പൊലിത്ത കുമ്പസാരത്തിനുള്ള അനുവാദം അഥവാ കുമ്പസാര പത്തേന്തി നൽകിയിട്ടുള്ളത്. 90% അധികം വൈദികരും ഈ കുമ്പസാര പത്തേന്തി ഇല്ലാതെ ഇപ്പോഴും കുമ്പസരിപ്പിക്കുകയാണ്. ഇതെന്തൊരു ഗതികേടാണ് ഈ എറണാകുളം അതിരൂപതയുടെ വിശ്വാസികൾക്ക് വന്നു ഭവിച്ചിരിക്കുന്നത്. പത്തേന്തി ഇല്ലാത്തവരുടെ അടുത്ത് കുമ്പസരിച്ചാൽ പാപങ്ങൾ ഈ വിമത വൈദികർ വെളിപ്പെടുത്തിയാൽ വിശ്വാസികൾ എന്തു ചെയ്യും? സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമത്തെയാണ് 2022 ഡിസംബർ 23, 24 തീയതികളിൽ 32-ലധികം വരുന്ന വൈദികർ എറണാകുളം ബസിലിക്കയിൽ സമരമാർഗമായി ദുരുപയോഗിച്ചത്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഇതിനെ അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്നാണ് തന്റെ ഔദ്യോഗിക രേഖയിൽ വെളിപ്പെടുത്തിയത്. ഇത് അന്വേഷിക്കുന്നതിനായി പരിശുദ്ധ സിംഹാസനം 1-ലധികം കമ്മീഷനുകളെ നിയോഗിക്കുകയും 32-ലധികം വൈദികർ പരിശുദ്ധ കുർബാനയെ അപമാനിച്ചതായി കണ്ടെത്തുകയും ചെയ്തു. പരിശുദ്ധ കത്തോലിക്ക സഭ ഈ കണ്ടെത്തലുകൾ നടത്തിയത് ലത്തീൻ തിരുവനന്തപുരം മെത്രാപ്പൊലിത്തയായിരുന്ന സൂസപാക്യം ചെയർമാനായ കമ്മീഷനിലൂടെയാണ്. പരിശുദ്ധ കുർബാനയെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തത് വർഷങ്ങളായി പൗരോഹിത്യ ശുശ്രൂഷയിൽ നിലനിൽക്കുന്ന വൈദികരാണെന്നതാണ് ഏറ്റവുമധികം സഭയെ വേദനിപ്പിക്കുന്ന കാര്യം. സാത്താൻ ആരാധനകളിൽ പോലും കാണാത്ത തരത്തിലുള്ള പൈശാചിക പ്രവർത്തികളാണ് ഈ വൈദികർ നടത്തിയത്. പ്രിയപ്പെട്ട സിറോ മലബാർ സഭാ നേതൃത്വമേ, ഇത്രമാത്രം പൈശാചിക അരാജകത്വം എറണാകുളം സിറോ മലബാർ സഭയിൽ നടമാടിയിട്ടും നിങ്ങൾക്കങ്ങനെ ഉറങ്ങി ആശ്വസിക്കാൻ സാധിക്കുന്നു? ഒരു നിമിഷം പോലും ഇനി വൈകരുത്. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. മേജർ ആർച്ച് ബിഷപ്പിന് ചില പ്രസ്താവനകൾ ഇറക്കി കുർബാന വിഷയം എന്റെ കയ്യിലല്ല എന്ന് പറഞ്ഞ് കൈകഴുകി മാറി നിൽക്കാൻ സാധിക്കില്ല. അങ്ങ് അടിയന്തരമായ നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ് വേണ്ടത്. സോദോമും ഗോമോറയും അന്ത്യവിധി ദിനത്തിൽ നിങ്ങളാകുന്ന സഭാ നേതൃത്വത്തെ ഏറ്റവും കൂടുതൽ വിധിക്കാതിരിക്കാൻ ഇനിയെങ്കിലും ഉണരുക, ഉണർന്ന് പ്രശോഭിക്കുക, സഭയെ രക്ഷിക്കുക.